നീ ഇവരോട് കല്യാണത്തിന് സമ്മതമല്ല എന്ന് പറഞ്ഞോ? പറ മോളെ, നീ അങ്ങനെ പറഞ്ഞോ അവരോട്? പറഞ്ഞു ബാലമാമ. മോളെന്തിനാ അങ്ങനെ പറഞ്ഞത്? അവൾക്ക് താല്പര്യമില്ലാത്തോണ്ട്. ഞാൻ ഇവളും കൂടെ കരയോഗ ഓഫീസിൽ ചെന്ന് പ്രസിഡന്റിന്റെ മുമ്പാകെ ബോധിപ്പിച്ചു. ഇവളിപ്പോ നിങ്ങളുടെ മുമ്പാകെ ബോധിപ്പിച്ചു. ഇനിയിപ്പോ പോവാലോ അല്ലേ? മാഷേ, ഇത് ശാന്തപ്പഞ്ചേട്ടൻ കൊച്ചിനെ കൊണ്ട് പറയിപ്പിച്ചതാ. നിക്കല്ലേ നിങ്ങളുടെ മുമ്പില്? അങ്ങോട്ട് ചോദിച്ചോ, വീണ്ടും വീണ്ടും എടുത്ത് ചോദിച്ചോ. എന്നാലും അവൾ അതേ പറയൂ. മോളെ, നീ ബാലമാമ, എനിക്ക് ബാലമാമിയെ വലുത്. ഞാൻ കാരണം ബാലമാമിക്കൊന്നും ഉണ്ടാവരുത്. മോളെ, നിന്നോട് ഞാനും ഹേമയൊക്കെ കാര്യങ്ങൾ പറഞ്ഞതല്ലേ? ഒരു ഹേമ അവൾ എന്ത് പറഞ്ഞു? അവൾക്ക് ഇവളെ കണ്ണെടുത്ത കണ്ടൂടല്ലോ. എന്നിട്ട് ഇപ്പൊ എന്ത് പറ്റി? അതൊക്കെ ശരിയാ ബാലമാമേ. എന്റെ ഭാഗത്തുനിന്നും ചിന്തിച്ചു നോക്കിയേ. ബാലമാമയ്ക്ക് പകരം എനിക്ക് എങ്ങനെ സംഭവിക്കുന്നെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ബാലമാമൻ സമ്മതിക്കുമായിരുന്നു. മോളെ, അത് അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്നെ നിർബന്ധിക്കേണ്ട ബാലമാമ. ഞാൻ ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനം. ബാലമാമൻ ഈ കല്യാണത്തിന് എന്നെ ഒഴിവാക്കി തരണം, പ്ലീസ്. പഴയളിയോ, നീ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? പണിക്കരെ വിളിച്ചോണ്ട് പോടോ ഇയാളെ. മോളെ, നിന്നിൽ നിന്ന് ഞാൻ ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചില്ല. ബാലമാമ ഒന്ന് എന്നെ അച്ഛനെയും ചിറ്റയൊന്ന് നോക്കിയേ. അവരുടെ മുഖത്ത് തെളിച്ചം കണ്ടോ? അത് കാണാനാ ഞാൻ ഇത്രയും പറഞ്ഞത്. എനിക്ക് മനസ്സിലായില്ല മോളെ. മനസ്സിലാക്കി തരാം. കല്യാണി, നീ അതിങ്ങ എടുത്ത്. ഇതെന്തോന്ന്? ബാലമാഷ് തുണിക്കച്ചവടം തുടങ്ങാൻ പോണ? എന്റെ ജാതകയോഗം കേൾക്കണ്ടേ ബാലമാമയ്ക്ക്? മനുഷ്യ, നിങ്ങൾ ഈ ജാതകം ഇവിടുന്ന് എടുത്ത് മാറ്റുന്നുണ്ടോ? ഇതെങ്ങാനും അവളുടെ കണ്ണിപ്പെട്ട തീർന്നു. ഇങ്ങെടുത്തതാ, ഞാൻ കത്തിച്ച് കളഞ്ഞേക്കാം. നീ എന്നടങ്ങ്, ഞാൻ എടുത്തു തരാം. അവളുടെ ഈ ജാതകത്തിൽ പറഞ്ഞിരിക്കുന്നതേ ചെന്ന് കേറുന്നിടത്ത് ഐശ്വര്യം വിളങ്ങുമെന്നാ. ഇത് അടുപ്പി കിടക്കട്ടെ. ഇനി അവക്ക് നമ്മൾ ഉണ്ടാക്കിയ ജാതകം മാത്രം മതി. നിങ്ങളുടെ അളിയനും എല്ലാവരും ഇത് വിശ്വസിച്ചിരിക്കുകയല്ലേ? ഇനി എല്ലാവരും നമ്മുടെ കള്ളജാതകം വിശ്വസിച്ചാ മതി. ഇത് ഓഫ് ചെയ്തില്ലായിരുന്നോ? മൈക്കിന്റെ റെക്കോർഡിംഗ് ഓഫ് ചെയ്യാൻ കല്യാണി മറന്നു. അങ്ങനെ പൊളിഞ്ഞതാ അച്ഛൻ്റെയും ചിറ്റയുടെയും പ്ലാൻ. പറ്റിയോ? താനൊരു മനുഷ്യനാണോ? മക്കളെ, നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങളെ ഇവൻ എന്തും ചെയ്യാൻ മടിക്കില്ല. കണ്ണു ചൊരയില്ലാത്ത അനവരാധിയാവൻ. നിങ്ങൾ അകത്ത് പോ. ശാന്തപ്പ,
ഇവര് രണ്ടുപേരും തന്റെ മക്കളാ. സ്നേഹവും സംരക്ഷണവും കൊടുത്ത് വളർത്തുന്ന പ്രായ ഇവർക്ക്. എന്ത് തെറ്റാണ് ഈ കുട്ടികൾ തന്നോട് ചെയ്തത്? ചന്തപ്പ, ഞാൻ ഒരു കാര്യം കൂടി പറയാം. 19-ാം തീയതി എന്റെ മകനും ചാരും തമ്മിലുള്ള കല്യാണ. ഇനി അതിനകത്ത് ഒരു മാറ്റവും ഇല്ല. അതെങ്ങാനും മുടക്കാൻ വന്നാൽ വാ. ശാന്തപ്പ, ഇമാതിരി തൊട്ടിത്തരം തന്റെ ചോരയിലുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ സ്വന്തം മോളോട് ഇത് വേണ്ടായിരുന്നു. പണിക്കരെ നിർത്തിട്ട് വാ. ഓത്തിനോട് വേദം ഓതിയിട്ട് കാര്യമില്ല. അവൻ ശാന്തപ്പനല്ല, ഭ്രാന്തപ്പനാ. ഗോവിന്ദ, നിനക്ക് വല്ലതും പറ്റും? കുഴപ്പമില്ല.